അതാണ് സാറേ. ആ ഗുഡ് ഈവനിങ്. ഇരിക്കട്ടോ. സാറിന് നേരത്തെ ആണോ? നേരത്തെ വന്നോ. ഞാൻ കുറച്ച് റിട്ടയർമെന്റ് പ്ലാനിങ്ങിനെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സാറിന് റിട്ടയർമെന്റിനെ കുറിച്ച് എന്തെങ്കിലും പ്ലാനിങ് ഉണ്ടോ? ഉണ്ടോ? റിട്ടയർമെന്റ് കഴിഞ്ഞ് എനിക്ക് ആളുകളെ നോക്കി ഒന്ന് ചിരിക്കാനൊക്കെ പറ്റും. വളരെ നല്ല കാര്യം. ഞാനത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി. ഞാനിന്ന് 2 പേരെ കണ്ട് ചിരിച്ചു. നല്ല കാര്യമാണോ? അതല്ല സാറേ ഞാൻ ചോദിക്കുന്നത്. സാറിന് റിട്ടയർമെന്റിന് ശേഷം ഭാവി പരിപാടികൾ എന്തെങ്കിലും ഉണ്ടോ? തന്നോടായോണ്ട് പറയാം. എടോ, ഇപ്പൊ 6ാം വാർഡ് എന്ന് പറയുന്നത് ജനറലാ. ഞാന് ആളുകളെ എങ്ങനെയും സ്വാധീനിച്ച് പാർട്ടിക്കകത്ത് മെമ്പർ ആവുന്നു. ഇനി അത് നടന്നില്ലെങ്കിൽ ഒരു LC, ഇതൊന്നുമില്ലെങ്കിൽ അമ്പല കമ്മിറ്റി. അമ്പല കമ്മിറ്റി പ്രസിഡന്റ് ആകാൻ പറ്റിയ ആള് തന്നെ. പിന്നെ ഒരു വിഴുങ്ങി അവിടെ ഇരിക്കുന്നു, അവനെ ഒന്ന് ഇറക്കണം എനിക്ക്. വളരെ നല്ല കാര്യം. നമ്മൾ വിചാരിച്ചാൽ നടക്കൂടോ? സാറേ, ഞാൻ സാറ് പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു പ്ലാനിങ് നടത്തിയിട്ടുണ്ട്. സാമുദായിക സംഘടനയിൽ ചെറിയൊരു പ്രവർത്തനം. നല്ലതാ. സാറേ, ഞാനേ ഒരു ചെറിയ പ്ലാൻ ഉണ്ട്. അതായത് ഞാന് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ എന്നൊരു ആലോചനയുണ്ട്. നല്ല തീരുമാനം. അത് നല്ല തീരുമാനമാണ്. അതാകുമ്പോൾ നമ്മൾ ഈ സർവീസിൽ നടന്ന കാര്യങ്ങളും പിന്നെ ഈ അതാത് ദിവസങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ വൈകുന്നേരം ഇന്ന് ഇതൊന്നും അപഗ്രഥിക്കാലോ. അതെ. നല്ല കാര്യം. നാട്ടുകാരെ അപഗ്രഥിക്കാൻ തന്നോളം കഴിവുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. സാറിനറിയാം, പക്ഷെ മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ. ഇല്ല, അത് തെളിയിക്കാമല്ലോ. അല്ല, സാറ് മറ്റെന്തെങ്കിലും ഒക്കെ ഉണ്ടടോ. തന്നോട് ഞാൻ പറഞ്ഞില്ലേ, ഇത് പുറത്താരോടും പറയരുത്. ഞാനീ കുറച്ച് എഴുതുന്ന ഒരു കാര്യമൊക്കെ തനിക്കറിയാം. പിന്നെ സാറ് പണ്ട് മുതലേ എഴുതുന്ന ആളാണല്ലോ. അപ്പൊ ഞാൻ കുറച്ച് എഴുതി വെച്ചതിൽ ഞാൻ ഒരു സമാഹാരം കവിത ഇറക്കിയാലോ? എന്റെ കവിതാ സമാഹാരത്തിന്റെ പേരെന്താണെന്നറിയോ? എന്താ? കടൽക്കരയിലെ ഞണ്ടുകൾ. ഓ, കൊള്ളാം. നല്ല പേര്. ഈ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെ കുറിച്ച്, അവരുടെ വേദനയെ കുറിച്ച് ഇതാകും. അതെന്താ അങ്ങനെ? അവിടെയാണ് അതിന്റെ കാര്യം. പാർശ്വവൽക്കരിക്കപ്പെട്ട ഞണ്ട് എങ്ങനെയാ നടക്കുന്നത്? ചരിഞ്ഞല്ലേ? അപ്പൊ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ കുറിച്ച് നമ്മൾ അറിയുന്നതായിട്ടാണ്. അപ്പോ ഇതെങ്ങനെ ചെയ്യണം എന്നാണ് ആലോചിക്കുന്നത്. പ്രസാധകരൊന്നും ഇല്ലടോ. റിട്ടയർമെന്റ് കഴിഞ്ഞ് കഴിയുമ്പോ എന്റെ കയ്യിൽ കുറച്ച് കാശും തന്റെ കയ്യിലും കിട്ടുമല്ലോ. എന്റെ കാശെടുത്ത് ഞാൻ തന്നെ അങ്ങ് പ്രസാദാവും. എന്നിട്ട് നമ്മൾ പ്രസാദീകരിക്കും. വളരെ നല്ല തീരുമാനം. ഇതൊക്കെ പുറത്തൊന്നും അറിയരുത്. സാറിന്റെ കവിതാ സമാഹാരത്തിന് എന്റെ എല്ലാവിധ ഭാവവും. നന്ദി. സാറിന്റെ കവിതയാവുമ്പോൾ അതൊരു ഇതായിരിക്കുമല്ലോ. പറഞ്ഞ പോലെ അതൊരു ഇതായാ മതിയായിരുന്നു. ആവും.